ഓം രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 18. പ്രേമസ്വരൂപരെ പ്രണാമം. ആരാണ് രാമൻ? എന്താണ് രാമതത്വം? ഇന്ന് നമുക്ക് മനന വിഷയമാക്കാം. രാമനാമം വേദങ്ങളുടെ സാരമാണ്. രാമകഥ പരിശുദ്ധവും പ്രബലവുമായ പാൽക്കടലാണ്. അതിന് സമാനമായ ഗാംഭീര്യവും സൗന്ദര്യവുമുള്ള മറ്റൊരു കാവ്യം നാളിതുവരെ മറ്റൊരു ഭാഷയിലും മറ്റൊരു നാട്ടിലും ഉണ്ടായിട്ടില്ല. എല്ലാ ഭാഷകൾക്കും രാജ്യങ്ങൾക്കും കാവ്യഭാവന പ്രദാനം ചെയ്യുന്നത് രാമായണമാണ്. ആദ്യകാലം മുതൽ അത് കണ്ടുവരുന്നു. സനാതനധർമ്മത്തിൻ്റെ രക്ഷാദേവതയാണ് ശ്രീരാമൻ. രാമായണത്തിൽ പ്രകീർത്തിതമായ രാമനാമം എല്ലാ തിന്മകളെയും കഴുകിക്കളയുന്നു, ഇല്ലാതാക്കുന്നു. പാപികളെ പുണ്യവാന്മാരാക്കുന്നു. രാമനിൽ നിന്നാണ് എല്ലാം ഉദ്ഭവിക്കുന്നത്. രാമനിൽ നിലനിന്ന് രാമനിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മത്തിൻ്റെ സാകാരമൂർത്തിയാണ് ശ്രീരാമൻ. പ്രചേതസിൻ്റെ പുത്രനും രാമായണ കാവ്യത്തിൻ്റെ കർത്താവുമായ ആദികവി വാൽമീകി തൻ്റെ ഗ്രന്ഥത്തെ സപ്തസാഗരങ്ങൾ പോലെ സപ്തകാണ്ഡങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആഴവും അമൂല്യരത്നങ്ങളും നിറഞ്ഞ അനശ്വര ഗ്രന്ഥം. കാണ്ഡം എന്നാൽ വെള്ളമെന്നും കരിമ്പെന്നും അർത്ഥമുണ്ട്. ജലമാണ് ജീവൻ. കരിമ്പിൻ്റെ ഏത് ഭാഗം ചവച്ചാലും രുചിച്ചാലും മധുരരസം അനുഭവപ്പെടുന്നത് പോലെ രാമായണം ആദ്യന്തം സ്വാദുള്ള മധുരം പകർന്നു തരുന്നു. കരുണരസത്തിൻ്റെ മാധുര്യം അത് കാവ്യത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ശോകവും അത്ഭുതവും പരിഹാസവും ഭയവും പരിഭ്രമവും പ്രേമവും നൈരാശ്യവും തർക്കശാസ്ത്രവും രാജ്യതന്ത്രജ്ഞതയും എന്നിവയിൽ കൂടി രാമായണം തിരിഞ്ഞും വളഞ്ഞും സഞ്ചരിക്കുന്നു. പ്രധാന അടിയൊഴുക്ക് ധർമ്മമാണ്. രാമൻ ജനിച്ചതും ഭരിച്ചതുമായ അയോധ്യയെ തഴുകി ഒഴുകുന്ന സരയൂ നദിയുടെ പ്രഭവം ഹിമാലയത്തിലെ മാനസ സരോവരത്തിൽ നിന്നാണ്. അതുപോലെ രാമായണ കഥയും മനസ്സാകുന്ന സരസിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. കരുണരസം ഉൾക്കൊണ്ടുള്ളതുമാണ്. രാമസരത്തിൽ മുഖ്യരസം കരുണയാണ്. ആദ്യന്തം വിരഹം, വിലാപം, വിയോഗം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. ഒരു ശോകായനമാണ് രാമായണം. എന്നാൽ അത് വായിക്കുന്നവരുടെ ശോകവും ദുഃഖവും മാറിക്കിട്ടും. ലക്ഷ്മണ സരിത് ഭക്തിമാധുര്യം കൊണ്ടുള്ളതാണ്. രാമസരിത്താകട്ടെ രാമസരസ്
അത് പ്രേമഭാവമാണ്. ഭക്തിയും പ്രേമവും ഇവ ഒന്നിച്ചു ചേർന്ന് കരുണയും പ്രേമവും ഭക്തിയും ശ്രദ്ധയും ശക്തിയും സഹൃദയ മനസ്സിൽ വളർത്തിക്കെടുക്കുന്നു. ഉത്തമ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് അഥവാ സഫലീകൃതമാകുന്നതിന് വ്യക്തിയുടെ പരിശ്രമം മാത്രം പോരാ, ഈശ്വരാനുഗ്രഹവും വേണം. രാമായണം അത് പഠിപ്പിക്കുന്നു. മനുഷ്യ സമുദായത്തിന് ധാർമ്മികവും മോക്ഷപ്രദവുമായ എളുപ്പമാർഗം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളും അങ്ങനെയുള്ള കാമനകളുമാണല്ലോ. സൂര്യവംശത്തിലെ ഒരു ഇളമുറക്കാരനെന്നോ അയോധ്യയിലെ ഭരണകർത്താവെന്നോ ദശരഥ ചക്രവർത്തിയുടെ പുത്രനെന്നോ ഉള്ള നിലയിലല്ല ശ്രീരാമനെ കാണേണ്ടത്. അദ്ദേഹം ധർമ്മവിഗ്രഹനാണ്, ധർമ്മരക്ഷകനുമാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ. ഭക്തിയും ശ്രദ്ധയും ഉയർന്നുയർന്നു വരണം. അനശ്വരതയുടെ ആനന്ദം അനുഭവിക്കാൻ കഴിയും. രാമഫലത്തിൻ്റെ കരുണരസം അനുഭവിക്കാൻ ശ്രമിക്കുന്നവർ അതിൻ്റെ കേന്ദ്രഗതമായ വിവരങ്ങളിൽ ദത്തശ്രദ്ധരായിരിക്കണം. അത് ശ്രവണത്തിൻ്റെ അത്യുദാത്തമായ സ്വരൂപമാകുന്നു. ഒരിക്കൽ പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയെ സമീപിച്ചു. നമസ്കാരം നടത്തി സവിനയം അപേക്ഷിച്ചു. വളരെ കാലമായി തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം കിട്ടണം. അതങ്ങയ്ക്ക് മാത്രമേ പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. മനു മഹർഷി മുതൽ ഇങ്ങോട്ടുള്ള എൻ്റെ വംശപരമ്പരയിൽ മുത്തച്ഛനും അച്ഛനും വരെയുള്ള രാജാക്കന്മാർ ഭരിച്ച രാജസദസ്സിൽ പണ്ഡിത ഋഷിമാർ ഓരോ രാജാവിനും ഉള്ളതായി പ്രസ്താവിച്ച് കാണുന്നു. അവർ ലൗകികമായ എല്ലാ ബന്ധങ്ങളും ആഗ്രഹങ്ങളും അറ്റവരാണ്. ലോകം ഒരു നിഴലും ജാലവുമാണെന്ന് മനസ്സിലാക്കി ബ്രഹ്മം മാത്രമാണ് സത്യമെന്ന് കണ്ടെത്തി അത്തരത്തിലുള്ള ജ്ഞാനികൾ വേണ്ടപ്പോൾ വേണ്ട സമയം നോക്കിയിട്ട് ഭരണാധികാരികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി വന്നിരുന്നു. രാജാക്കന്മാരും ഭരണകർത്താക്കളും അത്തരം ഋഷിമുനികളുമായിട്ട് മഹാജ്ഞാനികളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. വിസ്മയകരമായ ഈ ബന്ധത്തിൻ്റെ സൂക്ഷ്മ അർത്ഥം എന്താണ്? ഇതാണ് അങ്ങ് പറഞ്ഞു തരേണ്ടത്. ചോദ്യം കേട്ടിട്ട് ശ്രീശുകൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ചോദ്യം വിശേഷപ്പെട്ടതാണ്, ഉത്തമം. ജ്ഞാനനിധികളായ ഋഷിമാർ തപസ്സിലൂടെ നേടിയെടുത്ത ഈശ്വര കാരുണ്യം, ഉത്തമ കർമ്മമാർഗം, അനുഭവസമ്പത്ത്, ആനന്ദം എന്നിവ സഹജീവികൾക്ക് പങ്കുവയ്ക്കുമ്പോൾ
അങ്ങനെ പങ്കുവയ്ക്കുന്ന ഋഷിക്ക്, മുനിക്ക്, തപസ്സിക്ക് ഒരു പ്രത്യേക ആനന്ദവും അനുഭൂതിയും ഉണ്ടാകുന്നു. തൻ്റെ അറിവും കർമ്മണ്യരായിട്ടുള്ള ഭരണകർത്താക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ അവർ ഉത്സുകരുമാണ്. ഭൂമിയിൽ ശാന്തിയും ക്ഷേമവും സ്ഥാപിക്കപ്പെടണം. അതിന് കഴിവുള്ള ഭരണാധികാരികളുമായി അടുത്ത് കൂടുന്നു. ഭരണാധികാരികളിൽ സമുന്നതമായ മാതൃകകൾ ജനിപ്പിക്കുന്നു. അത് നടപ്പിലാക്കാൻ ശുദ്ധമായ ധർമ്മമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. പ്രജാസ്നേഹികളായ രാജാക്കന്മാർ ഋഷിമാരെ കൊട്ടാരത്തിൽ പാർപ്പിക്കുകയും ചെയ്യുന്നു, സന്മാർഗദീക്ഷ സ്വീകരിച്ചുകൊണ്ട്. രാജാവ് അഥവാ ഭരണാധികാരി ജനങ്ങളുടെ സ്വാമിയും രക്ഷിതാവുമാണല്ലോ. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്ന തത്വം രാജാവിൽ കൂടി ഋഷിമാർ നടപ്പിൽ വരുത്തുന്നു. ഭരണീയരും സന്മാർഗം സ്വീകരിക്കുന്നു, നന്മ നേടുന്നു. ശാന്തിയും ആനന്ദവും അഭിവൃദ്ധിയും അച്ചടക്കവും നിർമ്മലമായ സ്നേഹവും സഹവർത്തിത്വവും സഹാനുഭൂതിയും രാഷ്ട്രപ്രേമവും പ്രോജ്വലിപ്പിക്കുകയും ചെയ്യുന്നു. അത് രാമരാജ്യമാണ്. ഈ പൂജനീയന്മാരായ ദേവന്മാരിൽ, ഋഷിമാരിൽ, അല്ലെങ്കിൽ അത്തരം വകുപ്പിൽപ്പെട്ടവരാണ് വസിഷ്ഠനും വിശ്വാമിത്രനും ഗാർഗനും അഗസ്ത്യനും. ഇത്തരം മഹർഷിമാർ, അവർക്ക് യാതൊരു ആവശ്യവും പ്രത്യേകിച്ചില്ല. അവർ ത്യാഗത്തിൻ്റെ രാജാക്കന്മാരാണ്. അവർ നിത്യതൃപ്തരാണ്. അവർ വാദപ്രതിവാദങ്ങളിലും പാണ്ഡിത്യ പ്രദർശനത്തിനും ആദരവ് നേടുന്നതിനും ഭരണാധികാരികളെ സമീപിക്കുകയല്ല ചെയ്യുന്നത്. അന്നത്തെ ഭരണാധികാരികൾ ദൈവചിന്തയുള്ളവരായിരുന്നു. അന്ന് രാഷ്ട്രത്തിൽ ഈതിബാധകൾ സംഭവിച്ചിരുന്നില്ല. പ്രജകൾ സുഭിക്ഷിതരായിരുന്നു. സൂര്യവംശത്തിലെ രാജപരമ്പര. പ്രജകളെല്ലാവരും ഋഷിമാരെ പോലെയായിരുന്നു. സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിന്നിരുന്നു. ജ്ഞാനികളായ ഋഷിമുനിമാരുടെ സമ്പർക്കം മൂലം ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഏറ്റവും വലിയ ധർമ്മമാണ് ഭരണാധികാരികൾ വിശ്വസിച്ചിരുന്നു ധർമ്മത്തിലൂടെ പോകുക എന്നത്. ഭരണീയർക്കും അത് ബോധ്യമായി. ശ്രീശുകൻ രാജസദസ്സിൽ മഹർഷിമാരുടെ ധർമ്മം എന്താണെന്ന് ഇത്തരത്തിൽ ഋജുവും വ്യക്തവുമായ രീതിയിൽ ചുറ്റുമുണ്ടായിരുന്ന വലിയ സദസ്സിന് വിവരിച്ചു കൊടുത്തു. രാമായണം തുടങ്ങിയ ഉത്തമ ഗ്രന്ഥങ്ങൾ ധർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള രീതിയും മാർഗവും എന്താണെന്ന് പാഠകരെ പഠിപ്പിക്കുന്നു. ധർമ്മം ഉയർത്തിപ്പിടിക്കാനുള്ള ആവശ്യത്തിലേക്ക് ഈശ്വരൻ്റെ അനുഗ്രഹവും വേണം. ഈശ്വരൻ മനുഷ്യരൂപത്തിൽ മനുഷ്യരെ സഹായിക്കാനായിട്ട് പ്രത്യക്ഷപ്പെട്ട അവതാര പുരുഷനാണ് ശ്രീരാമചന്ദ്രൻ. കാരണം മനുഷ്യരുടെ മുമ്പിലാണ് മാതൃകാ ജീവിതം ഉയർത്തിക്കാട്ടേണ്ടത്.
ആനന്ദത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം ഉണ്ടാക്കി തീർക്കേണ്ടതും മനുഷ്യർക്ക് വേണ്ടിയാണ്. സൗന്ദര്യവും സത്യവും നന്മയും ആനന്ദവും ഔത്കൃഷ്ടവും അവരുടെ ചാരുതയും അറിഞ്ഞ് മനുഷ്യർ ഉത്തമ ജീവിതം നയിക്കുന്നു അഥവാ നയിക്കണം. ഇതാണ് രാമായണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വാൽമീകി മഹർഷിയുടെ ഒരു ലക്ഷ്യവും അത് തന്നെയാണ്. രാമൻ മനുഷ്യ മനസ്സിനെ പവിത്രീകരിക്കുന്നു. രാമൻ്റെ കഥ ഒരു വ്യക്തിയുടെ കഥയല്ല, അത് പ്രപഞ്ചത്തിൻ്റെ കഥയാണ്. എല്ലാ ഭൂതലത്തിലുമുള്ള പ്രാപഞ്ചികത്വത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് രാമതത്വം. അവിടുന്ന് എല്ലാറ്റിലുമുണ്ട്, എല്ലാറ്റിനും വേണ്ടിയുള്ളതുമാണ് അവിടുന്ന്. എല്ലാ കാലത്തേക്കും ഉള്ള ആളാണ് ശ്രീരാമചന്ദ്രൻ. രാമൻ ദേശകാലാതീതനാണ്. അനാദിയും അനശ്വരനുമാണ് രാമൻ. രാമൻ്റെ ഇച്ഛയില്ലാതെ ഒരു ശക്തിയും ചലിക്കുന്നില്ല, ഒരു വ്യക്തിയും ചലിക്കുന്നില്ല, ഒരു അണു പോലും ചലിക്കുന്നില്ല. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നീ പഞ്ചഭൂതങ്ങളും രാമൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രപഞ്ചത്തിൽ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് മറ്റൊരാളുടെ മേലുള്ള ആകർഷണമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും പ്രവർത്തനത്തിനും കാരണമായിരിക്കുന്നത്. അതാണ് രാമതത്വം, അതാണ് രാമായണത്തിൻ്റെ രഹസ്യം. രാമനില്ലെങ്കിൽ പ്രപഞ്ചവുമില്ല. ഓം ശാന്തി ശാന്തി ശാന്തി.